ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് വർക്കലയിലാണ്. വർക്കലയിൽ വന്നത് എൻ്റെ അമ്മമ്മേൻ്റെ ഒന്നാമത്തെ ചരമവാർഷികമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വർക്കല ക്ലിഫിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ ഈ ബീച്ച്. ഇതിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് ഇത്. വലിയ പടവുകളൊക്കെയുള്ള വലിയൊരു കുളമൊക്കെയുള്ളൊരു അമ്പലമാണ്. ശ്രീ ജനാർദ്ദന ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. പിന്നെ ഈ പൂവാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേരെന്ത് മുക്കുറ്റിയോ അങ്ങനെ എന്തോ ആണെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കണ്ടൊരു കാഴ്ചയാണിത്. എന്തൊരു വേസ്റ്റ് ആയിട്ടിരിക്കുന്നേ, ഫുൾ വേസ്റ്റ്. അവർക്കൊന്ന് ക്ലീൻ ആക്കിക്കൂടെ? ഞാൻ പോയ സമയത്ത് ആ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് പോലും അതൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഈ വീടുണ്ടല്ലോ, ഈ വീട് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കൊടുക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഏതൊക്കെയോ സീരിയലിൻ്റെ പേരൊക്കെ അമ്മ പറയുന്നത് കേട്ടു. ആ സീരിയലിലൊക്കെ ഷൂട്ടിങ് കൊടുക്കുന്ന വീടാണ്. പൊതുവെ നാട്ടിൽ ഈ ഒന്നാമത്തെ ചരമവാർഷികത്തിലൊക്കെ നമ്മളിങ്ങനെ കുടുംബക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബാലമന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുത്തത്. മീൻസ് അവിടുത്തെ അവിടെ കുട്ടികളാണുള്ളത്. അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മളും ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അത്ര തന്നെ. അപ്പോൾ അതാണല്ലോ നല്ലത്. വെറുതെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ പോയിരുന്നിട്ടായിരുന്നു. നമ്മൾ കുറച്ച് അടുത്ത റിലേറ്റീവ്സ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ആൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. ബാലമന്ദിരമാണ്, ആൺകുട്ടികളാണ് ഉള്ളത്. അതും പക്ഷേ ചുറ്റും ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അവർ കിടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ഭയങ്കര നീറ്റായിട്ടുള്ളത്. എല്ലാം ഫുൾ നീറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പിന്നെ അവിടെ പശുവുണ്ട്. അതിനൊക്കെ നോക്കുന്ന കുട്ടികൾ തന്നെയാണ്. സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അവിടെ വിളക്ക് കത്തിക്കാണ്ടായിരുന്നു. അമ്മയാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ പ്രാർത്ഥനകളൊന്നും അറിയില്ല. പക്ഷേ ഈ കുട്ടികൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. ഇതിനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിലുള്ള ആൺകുട്ടികൾ ആരും നാമം ചൊല്ലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആൺകുട്ടികൾ ഇങ്ങനെ നാമമൊക്കെ ചൊല്ലുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ടോ. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇലയൊക്കെ വിരിച്ച് എല്ലാവരും ഫുഡൊക്കെ വിളമ്പി. എന്നിട്ട് നമ്മളും കഴിക്കാനിരുന്നു കേട്ടോ. കഴിക്കുന്നതിന് മുന്നേ അവർക്കൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അന്നത്തോടൊക്കെ ഭയങ്കര ബഹുമാനം കഴിക്കുന്ന കുട്ടികളാണ്. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇത് കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഓരോ പറ്റും അവർക്ക് അതിൻ്റേതായ ഒരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് അതിന്, ഭക്ഷണത്തിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും. അങ്ങനെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചു. ഞാനിത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങളല്ല കേട്ടോ. ബട്ട് ഇത് ആർക്കെങ്കിലും കുറച്ച് ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ് കേട്ടോ ബാലമന്ദിരം. ഈ ചുറ്റുമുള്ള പച്ചക്കറിയൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കുറച്ച് നേരം ആ കുട്ടികളോടൊപ്പം ചിലവഴിച്ച് ആ സ്ഥലമൊക്കെ ഒന്നും കൂടെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും എൻ്റെ അമ്മമ്മയുടെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയ്ക്കുള്ളൂ.